വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ എം ഷിനാസ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഷിനാസ്, ഇപ്പോൾ സിറിയയിൽ നടക്കുന്ന ഈ നീക്കങ്ങളെ താങ്കൾ എങ്ങനെ കാണുകയാണ്? കാരണം ഇതിനകത്ത് അമേരിക്ക അടക്കം വലിയ തരത്തിലുള്ള അഭിപ്രായങ്ങൾ, അതായത് ബഷർ അസാദിൻ്റെ പക്കൽ, സർക്കാരിൻ്റെ പക്കൽ രാസായുധങ്ങൾ അടക്കമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്ക ഇതിനകത്ത് കളിക്കുന്ന ഒരു ഇരട്ടത്താപ്പ് നയമടക്കമുണ്ട്. നേരത്തെ നമുക്കറിയാം IS-ൻ്റെ കാലത്തുണ്ടായിരുന്ന നിലപാടുകളൊക്കെ നമുക്ക് ഇക്കാര്യത്തിൽ ഓർത്തെടുക്കേണ്ടതുമാണ്. നിലവിൽ നടക്കുന്ന ഈ ഒരു നീക്കങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? വിമതർ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി പശ്ചിമേഷ്യ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് താങ്കൾ വിലയിരുത്തുന്നത്? ഈ വിമത സേന എന്ന് പറയുമ്പോൾ ആരാണ് അതിന്റെ മുഖ്യ ഘടകം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത് വാസ്തവത്തിൽ അബു മുഹമ്മദ് അൽ ജുലാനി എന്ന സൗദി വംശജന് അൽഖയ്ദയിൽ ഉണ്ടായിരുന്ന 2014 ഏപ്രിൽ മാസത്തിലാണ് അബൂബക്കർ അൽ ബാഗ്ദാദി, 2019 വധിക്കപ്പെട്ട അബൂബക്കർ അൽ ബാഗ്ദാദി ഈ അബു മുഹമ്മദ് അൽ ജുലാനി ആണ് തങ്ങളുടെ IS-ന്റെ സിറിയയിലെ കൈകാര്യകർത്താവ്, നേതാവ് എന്ന് പ്രഖ്യാപിച്ചതാണ്. ഞങ്ങൾ ഡെപ്യൂട്ട് ചെയ്തതാണ് അദ്ദേഹത്തെ എന്നാണ്. അപ്പോ ഇദ്ദേഹം സിറിയയിലെത്തി സ്ഥാപിച്ച അൽഖയ്ദയുടെ സിറിയൻ ബ്രാഞ്ചാണ് ജാബത്ത് അൽ നുസ്ര അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹം 2003 ഇറാഖ് അധിനിവേശ കാലത്ത് ഇറാഖിലെ വളരെ കുപ്രസിദ്ധമായിട്ടുള്ള ജയിലായിരുന്നു ക്യാമ്പ് ബുക്കയിലുണ്ടായിരുന്നു. പിന്നെ 2008 മോചിക്കപ്പെട്ട ശേഷം പിന്നെയും അൽഖയ്ദയിലേക്ക് പോയി. അൽഖയ്ദയിൽ നിന്ന് IS-ലേക്ക് പോയി. അപ്പം ഈ അൽ നുസ്ര എന്ന് പറഞ്ഞാൽ അൽഖയ്ദയുടെ സിറിയൻ ബ്രാഞ്ചാണ്. ആ അൽ നുസ്ര അവരൊക്കെ കൂടിയാണ് പിന്നെ ബഷർ അൽ അസദിനെ പുറത്താക്കാൻ വേണ്ടി 2011 മുതൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധകാലത്ത് 2014-15 കാലത്ത് റഷ്യ കാര്യമായി ഇടപെട്ടു. ഇറാന്റെ മിലിഷ്യാസ് ഉണ്ടായിരുന്നു, ഹിസ്ബുള്ളയും ഉണ്ടായിരുന്നു. ഇവരൊക്കെ കൂടി റഷ്യൻ വ്യോമാക്രമണം അതിശക്തമായിരുന്നു. കരസേനയുടെ ആക്രമണം ഉണ്ടായിരുന്നു, ഇറാന്റെ സഹായം ഉണ്ടായിരുന്നു, ഹിസ്ബുള്ളയുടെ സഹായം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രമുഖമായും റഷ്യയുടെ സഹായത്തോടെയാണ് ഇന്ന് ഇപ്പോൾ ഇവർ ഈ വിമത ഭീകര ജിഹാദി സംഘം പിടിച്ചടക്കിയ ആലപ്പോ, ഹമ, ഹോംസ് തുടങ്ങിയവ മോചിപ്പിച്ചത്. ആലപ്പോ പിന്നെ സിറിയയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ്. അപ്പം പിന്നീട് ഇവര് ഇദ്ലിബിലേക്ക് പിൻവാങ്ങി. ഇദ്ലിബിൽ വാസ്തവത്തിൽ ജൊലാനി സ്ഥാപിച്ചത് ശരീഅത്ത് അടിസ്ഥാനത്തിലുള്ള അദ്ദേഹത്തിന്റെ സങ്കല്പത്തിലുള്ള അൽഖയ്ദയുടെ സങ്കല്പത്തിലുള്ള ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള ഒരു സ്വരൂപമാണ് ഇദ്ലിബിൽ. അങ്ങനെ അവിടെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് അങ്ങനെ ഉള്ള ഒരു പരിമിതിയുണ്ട്. ഇറാനും ഹിസ്ബുള്ളക്കും വേറെ പരിമിതികളുണ്ട്. വെസ്റ്റ് ഏഷ്യയിൽ നടക്കുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഇതൊക്കെ കണ്ട് മുതലെടുത്താണ് വാസ്തവത്തിൽ ഇപ്പോൾ STS എന്ന പേരിൽ ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന പേര്, അപ്പം അൽ നുസ്ര പേര് മാറ്റുന്നുണ്ട്. 2017 അൽ നുസ്രയുടെ പേര് മാറ്റി ഫത്തേഹ് അൽ ഷാം എന്നാക്കി മാറ്റി. പിന്നീട് വീണ്ടും പേര് മാറ്റി ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് ആക്കി മാറ്റി. തങ്ങൾക്ക് അൽഖയ്ദയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിച്ചു. പിന്നെ ഞങ്ങളുടെ ലക്ഷ്യം വെസ്റ്റ് അല്ല, അമേരിക്കയല്ല, ഇസ്രായേലല്ല എന്ന് പ്രഖ്യാപിച്ചു. സിറിയ ഒരിക്കലും വെസ്റ്റിനെതിരെയല്ല, പ്രത്യേകിച്ച് അമേരിക്കക്കും മറ്റ് അമേരിക്കൻ അനുകൂല രാഷ്ട്രങ്ങൾക്കും എതിരെയുള്ള ഒരു ആക്രമണത്തിന്റെ ലോഞ്ചിങ് പാഡാക്കി മാറ്റില്ല എന്ന് പ്രഖ്യാപിച്ചു. അതൊക്കെ തന്ത്രപരമായ പ്രഖ്യാപനങ്ങളാണ്. അപ്പോ മാത്രമല്ല ഈ STS-ൽ ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന ഈ പിന്നെ വിമത സംഘടനയിൽ തന്നെ തുർക്കിയുടെ പ്രോക്സി ആയിട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന ഫ്രീ സിറിയൻ ആർമി എന്ന ആദ്യഘട്ടത്തിലും പിന്നീട് സിറിയൻ നാഷണൽ ആർമി എന്ന് പിൽക്കാലത്തും അറിയപ്പെട്ട അവരെ കൂടി ചേർക്കാൻ വേണ്ടിയാണ് ഒരു വിശാലമായിട്ടുള്ള മുന്നണി ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട
നായക സ്ഥാനത്തുള്ളത് പഴയ അൽ ഖയ്ദയുടെ അല്ലെങ്കിൽ അൽ നുസ്രയുടെ പിന്നീട് പേര് മാറ്റി ഇപ്പോൾ STS ആയ അബു മുഹമ്മദ് അൽ ജൊലാനിയാണ്. ഈ അബു മുഹമ്മദ് അൽ ജൊലാനി 2015 നൽകിയ ഒരു അഭിമുഖത്തിൽ പോലും പറഞ്ഞത് ഇപ്പോൾ അസദ് എന്ന് പറഞ്ഞാൽ ഷിയ വിഭാഗത്തിലെ അലബൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഷിയ വിഭാഗമാണ്. ഷിയാക്കളൊക്കെ സുന്നി മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം കാഫിറുകളാണ്, ഇസ്ലാം വിരുദ്ധരാണ്. അവരെ അസദിനെ പുറത്താക്കുകയാണ് തങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. മാത്രമല്ല തങ്ങളുടെ ഫൈനൽ ഗോൾ, ഏറ്റവും ഒടുവിലത്തെ ലക്ഷ്യം സിറിയയിൽ ശരീഅത്ത് അടിസ്ഥാനത്തിലുള്ള ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നതാണ്. അതായത് IS തന്നെ നമുക്ക് പറയാമല്ലോ. അത് IS-ഉം അൽഖയ്ദയും ഒക്കെ വിഭാവനം ചെയ്യുന്ന, കാരണം ഇദ്ലിബിൽ സ്ഥാപിച്ച ഭരണകൂടം വാസ്തവത്തിൽ ഈ ശരീഅത്ത് ശിക്ഷാവിധികൾ കർശനമായി നടപ്പാക്കിയ സിറിയയിലെ ഇദ്ലിബിൽ, അപ്പൊ ഇദ്ലിബിലേക്ക് മാർച്ച് ചെയ്യാൻ അന്ന് പറ്റിയിട്ടില്ല. ഇപ്പോൾ റഷ്യ യുക്രൈൻ ആ പ്രശ്നം, ഇറാനും ഹിസ്ബുള്ളയും പെട്ടുകിടക്കുന്ന പ്രശ്നം, ഇതൊക്കെ മുതലെടുത്ത് ആണ് ഇത്രയും പെട്ടെന്ന് മുന്നേറ്റം ഉണ്ടായത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ സിറിയൻ ആർമി, അസദിന്റെ ആർമി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഈ റഷ്യയും ഇറാനും ഒന്നുമല്ല. മാത്രമല്ല അത്രമേൽ ആത്മവീര്യം കെട്ടതും മനോവീര്യം കെട്ടതും അച്ചടക്കമില്ലാത്തതും അതിനും സർവോപരിയായി അഴിമതി ആമൂലാഗ്രം ഗ്രസിച്ചതുമായിട്ടുള്ള ആർമിയാണ്. ദേ ആർ നോട്ട് ഫൈറ്റിംഗ്. അവർ ഫൈറ്റിംഗ് ആർമിയേ അല്ല, അവർ ഫൈറ്റും ചെയ്തിട്ടില്ല. അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തതൊക്കെ ഈ രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളൊക്കെ ഈ പ്രത്യേക സന്ദർഭങ്ങളിൽ അവർക്ക് കാര്യമായി പിന്തുണ നൽകാൻ പറ്റാതെ വന്ന് അകപ്പെട്ട് കിടക്കുന്ന ഈ സന്ദർഭം മുതലെടുത്താണ് വാസ്തവത്തിൽ ഇവരുടെ മുന്നേറ്റം, ഈ വിമത ജിഹാദി സംഘത്തിന്റെ. അത് തന്നെ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വിമത സംഘം എന്ന് പറയാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം. നമ്മളെല്ലാം വിമത സേന പിടിച്ചടക്കിയെന്നാണ് മാധ്യമങ്ങൾ അടക്കം ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ഭീകര സംഘടനയെന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യമാണ്. കാരണം എന്താണോ IS വിഭാവന ചെയ്തത്, എന്താണോ അൽ ഖയ്ദ വിഭാവന ചെയ്തത്, അവിടെ നേരത്തെ സിറിയയെ അട്ടിമറിക്കാൻ, ബഷർ അൽ അസാദിനെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, അതിൻ്റെ തുടർച്ച തന്നെയാണിത്. IS താങ്കൾ നേരത്തെ പറഞ്ഞതിലെ ശരിയെ അടിസ്ഥാനമാക്കിയുള്ള സ്റ്റേറ്റ് സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ IS വിഭാവന ചെയ്തത് തന്നെ എന്ന് പറയുമ്പോൾ അത് വിമതർ എന്ന ചുരുക്കി കാണാൻ കഴിയുമെന്നുള്ളൊരു പ്രശ്നം ഉയരുകയാണ്. ഇല്ല, വിമത ജിഹാദി സംഘമാണ്, ജിഹാദിസ്റ്റ് സംഘമാണ്. അവരുടെ ആത്യന്തിക ലക്ഷ്യം ഈ സിറിയയിൽ അവരുടെ സങ്കല്പത്തിലുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ്. ഇദ്ദേഹം പ്രഖ്യാപിത അൽ ഖയ്ദക്കാരനായിരുന്നു. പിന്നീട് IS-ന്റെ ലഫ്റ്റനന്റ് ആയിട്ട് ഇവിടെ സിറിയയിൽ ബാഗ്ദാദി നിയമിച്ച ആളാണ്. തന്ത്രപരമായി അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഞങ്ങളുടെ ലക്ഷ്യം, തങ്ങൾക്ക് അൽ ഖയ്ദയുമായി ഒരു ബന്ധവുമില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും അവര് തന്ത്രപരമായി അതും പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ സിറിയയെ ഒരിക്കലും അമേരിക്കക്കോ സഖ്യകക്ഷികൾക്കോ എതിരെയുള്ള ലോഞ്ചിങ് പാഡ് ആക്കി മാറ്റില്ല എന്ന് പ്രഖ്യാപിച്ചു. അതൊക്കെ തന്ത്രമാണ്. മാത്രമല്ല ഇത് ഈ ഒരു ലോക സാഹചര്യത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥ മനസ്സിലാക്കുകയും സിറിയൻ സൈന്യത്തിന് ഇപ്പോൾ പഴയ പോലെ റഷ്യയുടെയോ ഇറാന്റെയോ ഹിസ്ബുള്ളയുടെയോ പിന്തുണ അങ്ങനെ കിട്ടില്ലെന്നും മനസ്സിലാക്കി നടത്തിയ മുന്നേറ്റമാണ്. അതിന് വെസ്റ്റിന്റെ മൗനാനുവാദമുണ്ട്, അമേരിക്കയുടെ പോലും മൗന സമ്മതമുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. പക്ഷേ സിറിയയിൽ അസദിനെ മറിച്ചിട്ട് വരുന്ന ഭരണകൂടം എന്തായാലും അൽ ഖയ്ദ വിഭാവനം ചെയ്യുന്ന, അൽ ഖയ്ദയുടെ സങ്കല്പത്തിലുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യമാണ്. അവിടെ മാത്രമല്ല, ഇദ്ദേഹം തന്നെ മുമ്പൊരു ഇന്റർവ്യൂവിൽ സിറിയ മാത്രമല്ല മറ്റ് അടുത്ത് കിടക്കുന്ന പല രാജ്യങ്ങളെയും കൂട്ടിച്ചേർത്ത് വിശാലമായ ഒരു ഇസ്ലാമിക ലോകം സ്വപ്നം കാണുന്ന വ്യക്തി എന്ന് വെച്ചാൽ ഒരു ഭീകരവാദ മനസ്സുള്ള വ്യക്തിയാണ് അബു മുഹമ്മദ് അൽ ജൊലാനി. ഓക്കെ, ശരി, വളരെ നന്ദി ശ്രീ ഷിനാസ് ഈ സാഹചര്യത്തിൽ പ്രതികരിച്ച്.